ധുരന്തർ സത്യം പറയാലോ കുറെ കാലത്തിന് ശേഷം കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ബോളിവുഡ് മൂവി. ഇതാണ് യഥാർത്ഥ സ്പൈ മൂവി. അല്ലാതെ YRF സ്പൈ യൂണിവേഴ്സ് പോലെ കുറെ അൺറിയലിസ്റ്റിക് ആക്ഷൻ സെറ്റ് പീസും ബിക്കിനി ഷോട്ട്സും കുത്തി നിറച്ചുള്ള സാധനമല്ല. ഇതിൽ അഭിനയിച്ചവരുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അക്ഷയ് ഖന്ന. പുള്ളി സ്ക്രീനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഓവർഷാഡോ ചെയ്യുന്നുണ്ട്. ഈവൻ മെയിൻ ലീഡായ രൺവീർ സിംഗിനെ തന്നെ സൈഡാക്കുന്നുണ്ട് പുള്ളി. പിന്നെ നമ്മുടെ ഹീറോ രൺവീർ സിംഗിന്റെ കാര്യം പറയുവാണെങ്കിൽ ബോളിവുഡിലെ എണ്ണം പറഞ്ഞൊരു ആക്ടറാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പുള്ളിൻ്റെ ഒരു ഹൈലൈറ്റ് മൂമെന്റ് പറയുകയാണെങ്കിൽ TV-യിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് കാണാം, ചുറ്റിനും ശത്രുക്കളാണ്. അപ്പൊ പുള്ളിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് ഉണ്ട്. എൻ്റെ അമ്മോ എന്താ പുള്ളിൻ്റെ അഭിനയം. പിന്നെ അത് നായികയായിട്ട് അഭിനയിക്കുന്നത് സാറ അർജുൻ. ആൻമറിയ കലിപ്പില എന്ന സിനിമയിൽ അഭിനയിച്ച ആ കുട്ടി. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ രൺവീർ സിംഗും പുള്ളിക്കാരും തമ്മിൽ വളരെ വലിയൊരു ഏജ് ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ. പക്ഷെ നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഏജ് ഡിഫറൻസ് ആക്ച്വലി ജസ്റ്റിഫൈഡ് ആണ്. മറ്റൊരു കഥാപാത്രത്തിന്റെ കാര്യം പറഞ്ഞാൽ ആർ മാധവൻ. പുള്ളീനെ കണ്ട മാധവനാന്ന് പറയുമില്ല, അമ്മാതിരി ട്രാൻസ്ഫോർമേഷൻ. പിന്നെ സഞ്ജയ് ദത്ത് ഉണ്ട്. പുള്ളിക്കൊരു ഫൺ ആൻഡ് ബ്രൂട്ടൽ ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ് അർജുൻ രാംപാൽ. പുള്ളിക്ക് അധികം സ്ക്രീൻ ടൈം ഒന്നുമില്ല. മേ ബി ബിക്കോസ് പുള്ളിയായിരിക്കും നെക്സ്റ്റ് പാർട്ടിലെ മെയിൻ വില്ലൻ. ഈ സിനിമയിൽ ഒരു സീനുണ്ട്, ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫുള്ള് റെഡ് ആയിട്ട് ഒരു ആക്ച്വൽ ടെററിസ്റ്റ് അറ്റാക്കിന്റെ ഒരു ഓഡിയോ റെക്കോർഡിങ്, റിയൽ ഓഡിയോ റെക്കോർഡിങ് ചുമ്മാ അങ്ങ് പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഓഡിയോ റെക്കോർഡിങ്ങും പിന്നെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ വില്ലന്മാരുടെ ആഘോഷമൊക്കെ കാണുമ്പോൾ ഇവന്മാരെയൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ ഓരോരുത്തവരെ ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നത് കാണാൻ നമുക്കൊരു ആവേശം ഉണ്ടാവും. ഒരു നല്ല വയലൻസ് ഉള്ള മൂവിയാണ്. വയലൻസ് എന്ന് വെച്ചാൽ ചില സിനിമകൾ പോലെ വയലൻസ് ഫോർ ദ സേക്ക് ഓഫ് വയലൻസ് അല്ല. വയലൻസിനൊക്കെ ഓരോ റീസൺ ഉണ്ട്. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിരുന്നു. എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ദുരന്തർ 2 എൻ്റെ ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. That's it. Peace.